again. Welcome back to KCS Classes. KCS Classesന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS, Assistant Professor of Commerce, Kerala PSC Syllabus Based Preparation-ലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേപ്പർ GST. സോ GST റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് ആണ് നമ്മൾ ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് അവസാനിപ്പിച്ചത് കോമ്പോസിഷൻ ലെവി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പുതിയൊരു ടോപ്പിക് ആയിട്ടാണ് വന്നിട്ടുള്ളത് ടൈം ഓഫ് സപ്ലൈ. സോ കൺസെപ്റ്റ് ഓഫ് ടൈം ഓഫ് സപ്ലൈ, ദെൻ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള എൻറ്റയർ ഡീറ്റെയിൽസിലോട്ട് നമുക്ക് പോകണം. സോ ഇന്നത്തെ വീഡിയോയിൽ അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ കാര്യങ്ങളാണ് പറയാനുള്ളത്. സോ നമുക്ക് ടോപ്പിക്കിലോട്ട് പോവാം. സോ എന്താണ് ടൈം ഓഫ് സപ്ലൈ? അപ്പോ നമുക്കറിയാം, ഒരു ബില്ല് നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് 3 കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് അറിയേണ്ടവരാ. ഒരു GST ബില്ലിന്റെ കാര്യങ്ങളിലോട്ട് പോണ സമയത്ത് 3 കാര്യങ്ങളാണ്. നമ്പർ 1, ആ ഒരു ഗുഡ്സ് ആവട്ടെ സർവീസ് ആവട്ടെ അതിന്റെ വാല്യൂ അറിയണം. നമ്പർ 1 അല്ലെ? സോ അതിന്റെ വാല്യൂ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് പഠിക്കേണ്ടതാണ് വാല്യൂ ഓഫ് സപ്ലൈ. അതെ, വാല്യൂന്റെ ബേസിലാണ് നമ്മൾ ടാക്സ് കൊടുക്കേണ്ടവരാ. നമ്പർ 2 നമുക്ക് അറിയേണ്ടതാണ് അത് ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ ആണോ അല്ലെ, IGST ആണോ വേണ്ടി വരാ, CGST ആണോ, എന്താണ് വേണ്ടി വരാ എന്നുള്ളത് എന്തിന്റെ ബേസിലാണ് നമ്മൾ തീരുമാനിക്കുക. നമ്പർ 2, പ്ലേസ് ഓഫ് സപ്ലൈ അല്ലെ, ഏത് പ്ലേസിലാണ്, എവിടെ നിന്നാണ്, ഇന്റർ സ്റ്റേറ്റ് ആണോ അതോ വിത്തിൻ സ്റ്റേറ്റ് ആണോ, അതിന്റെ ബേസിലാണ് നമ്മൾ പിന്നെ ടാക്സ് റേറ്റിന്റെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് കൊണ്ടുവരാം. സോ ദാറ്റ് ഈസ് എന്താണ് പ്ലേസ് ഓഫ് സപ്ലൈ. ആൻഡ് മൂവിങ് ടു തേർഡ് വൺ, ടൈം ഓഫ് സപ്ലൈ. അപ്പൊ എന്താണ് ടൈം ഓഫ് സപ്ലൈ എന്ന് പറയുമ്പോൾ നമുക്ക് GST ബില്ല് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ അത് നമുക്ക് ഏറ്റവും അറിയേണ്ട ഒരു കാര്യമാണ് ടൈം ഓഫ് സപ്ലൈ. എന്താണ് കൺസെപ്റ്റ് എന്നുള്ളതാണ്. ഞാൻ നേരെ ചോദിച്ചു നോക്കിയേ, വെൻ ടാക്സ് ബിക്കംസ് പേയബിൾ, എപ്പോഴാണ് നമുക്ക് ടാക്സ് പേ ചെയ്യേണ്ടതായിട്ട് വരുന്നത്, എപ്പോഴാണ്? ബിക്കോസ് നമുക്ക് ഒരു GST ബില്ല് ഉണ്ടാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു പേയ്മെന്റ് നടക്കണേക്കാൾ മുമ്പ് പല ഇവന്റ്സും അവിടെ സംഭവിക്കുന്നുണ്ട്. എന്തൊക്കെയാണ്? സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് സാധാരണ ഒരു ട്രാൻസാക്ഷൻ നടക്കുന്ന സമയത്ത് അവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആദ്യം ഒരു കോൺട്രാക്ട് ഉണ്ടാവാം അല്ലെ. നമ്പർ 2, സപ്ലൈ ഉണ്ടാവാം കോൺട്രാക്ടിന് ശേഷം. ദെൻ നമ്മൾ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ടതായിട്ട് വരും. ദെൻ പേയ്മെന്റ്. അപ്പൊ ഇത് സാധാരണ ഒരു സീക്വൻസ് എന്ന് പറയുന്നത് എന്താണ്? there should be a contract, then അതിനുശേഷം നമ്മൾ സപ്ലൈ ചെയ്യുന്നു, ഇൻവോയ്സ് അവിടെ ഇഷ്യൂ ചെയ്യേണ്ടതായിട്ട് വരുന്നു, പേയ്മെന്റ് കൊടുക്കേണ്ടതായിട്ട് വരുന്നു. ബട്ട് ഇത് ഈ കറക്റ്റ് ഓർഡറിൽ തന്നെയാണോ എപ്പോഴും നടക്കേണ്ടതായിട്ട് വരാം? എപ്പോഴും അങ്ങനെയാണോ? അല്ല. ചില സമയത്ത് ആദ്യം തന്നെ ചിലപ്പോൾ അഡ്വാൻസ് പേയ്മെന്റ് ഉണ്ടായിരിക്കാം, അതിനുശേഷമായിരിക്കും സപ്ലൈ വരാം, ദെൻ അതിനുശേഷമായിരിക്കും ഇൻവോയ്സ് അവിടെ ഇഷ്യൂ ചെയ്യാം. ചില സമയത്ത് ആദ്യം ഇൻവോയ്സ് അല്ലെ കൊടുക്കണ പരിപാടി, ദെൻ പിന്നെ പേയ്മെന്റ്. അപ്പൊ ഇത് ഈ ഓർഡറിൽ തന്നെ ആവില്ല എപ്പോഴും നടക്കാം. സോ നമുക്കിവിടെ അറിയേണ്ടതായിട്ട് വരുന്നത് എപ്പോഴാണ് ടാക്സ് ശരിക്ക് നമ്മൾ അവിടെ പേയ്മെന്റ് നടത്തേണ്ടതായിട്ട് വരാം. ദാറ്റ് ഈസ് സിംപ്ലി നോൺ ആസ് ടൈം ഓഫ് സപ്ലൈ. ദാറ്റ് മീൻസ് പേയ്മെന്റ് കൊടുക്കുന്ന സമയത്താണോ, ഇൻവോയ്സ് കൊടുക്കുന്ന സമയത്താണോ, ഏത് സമയത്താണ് അവിടെ ടാക്സ് പേ ചെയ്യേണ്ടതായിട്ട് വരാം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇത് നടക്കുന്നത് എന്താണ് പല ടൈമിലായിരിക്കാം. അപ്പൊ ചില സമയത്ത് ഈ പറയുന്ന ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യണ സമയത്ത് ഉണ്ടാവുന്ന ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് മേ ബി 12% ആവാം. കോൺട്രാക്ടിന്റെ സമയത്ത് അത് 15 ആയിരിക്കാം. ദെൻ പേയ്മെന്റിന്റെ സമയത്ത് അത് 12 ആവാം. ഇതൊക്കെ ചിലപ്പോൾ എന്താണ് വാരി ചെയ്തെന്ന് വരാലോ പലപ്പോഴും ടാക്സ് റേറ്റുകളൊക്കെ. അപ്പോ നമ്മൾ പല സമയത്തും പല റേറ്റ് ആയിരിക്കും ആ സമയത്ത് ഉണ്ടാവുക. സോ ഏത് റേറ്റ് ഓഫ് ടാക്സ് ആണ് നമ്മളവിടെ അടയ്ക്കേണ്ടതായിട്ട് വരാം. അപ്പൊ അത് എന്തിന്റെ ബേസിലാണ് നമ്മൾ തീരുമാനിക്കുക? ഏത് ടൈമാണ് നമ്മൾ എടുക്കേണ്ടതായിട്ട് വരുന്നത്. പല ഇവന്റ്സും അവിടെ ഒരു ട്രാൻസാക്ഷന്റെ സമയത്ത് നടക്കുന്നുണ്ട്. അതിൽ ഏത് സമയത്തുള്ള റേറ്റ് ആണ് നമ്മൾ കൊടുക്കേണ്ടവരാ. അപ്പോ ഏത് സമയത്തുള്ള റേറ്റ് ആണ് നമ്മൾ കൊടുക്കേണ്ടവരാ എന്നുള്ളത് തീരുമാനിക്കുന്നത് എന്താണ്? ലോ ആണ്. സോ അതാണ് നമ്മൾ ടൈം ഓഫ് സപ്ലൈയില് പറയുന്നത്. സോ ഞാൻ പറഞ്ഞു, ടൈം ഓഫ് സപ്ലൈയില് നമ്മളിപ്പോ മനസ്സിലാക്കേണ്ടി വരുന്നത് വെൻ ദി ടാക്സ് ബിക്കംസ് പേയബിൾ, എപ്പോഴാണെന്നുള്ളതാണ്. സോ നമുക്കിവിടെ കവർ ചെയ്യാനുള്ളത് CGST ആക്ട് പ്രകാരം മെയിൻ ആയിട്ടൊരു 4 സെക്ഷൻസ് ആണ്. നമ്പർ 1, സെക്ഷൻ 12. സെക്ഷൻ 12 നമുക്ക് പഠിക്കാനുള്ളത് ടൈം ഓഫ് സപ്ലൈ ഫോർ ഗുഡ്സ്.
ഗുഡ്സിന്റെ ടൈം ഓഫ് സപ്ലൈ എന്തിന്റെ ബേസിലാണ്, എങ്ങനെയാണ്? Then number 2 section 13 time of supply for services. Then number 3 section 14 change in rate of tax. നമ്മൾ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചിലപ്പോ സപ്ലൈയുടെ സമയത്ത് റേറ്റ് ഓഫ് ടാക്സ് 12 ആവാം, ദെൻ കോൺട്രാക്ടിന്റെ സമയത്ത് 15 ആവാം, പേയ്മെന്റിന്റെ സമയത്ത് അഗെയിൻ 12 ആവാം. സോ റേറ്റ് ഓഫ് ടാക്സ് അവിടെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. സോ ഏത് റേറ്റ് ആണ് അപ്പൊ നമ്മൾ അവിടെ കൺസിഡർ ചെയ്യേണ്ടതായിട്ട് വരാം, അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെക്ഷൻ 14 ഈ മൂന്നുമാണ് നമുക്ക് പഠിക്കേണ്ടതെങ്കിലും ഇത് മൂന്നും പഠിക്കുന്നേക്കാൾ മുമ്പ് നമുക്ക് ആദ്യം അറിയേണ്ടി വരുന്നത്, ഡിസ്കസ് ചെയ്യേണ്ടി വരുന്നത് സെക്ഷൻ 31 ആണ്. സോ സെക്ഷൻ 31 നമുക്ക് പഠിക്കേണ്ടത് ഇൻവോയ്സിനെ പറ്റിയിട്ടാണ്, ടാക്സ് ഇൻവോയ്സിനെ പറ്റിയിട്ട്. ബിക്കോസ് നമ്മുടെ ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആവട്ടെ സർവീസ് ആവട്ടെ ഡിസ്കസ് ചെയ്യുമ്പോൾ അവിടെ പറയുന്നൊരു തിയറി എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങൾ കമ്പയർ ചെയ്തിട്ട് വിച്ച് എവർ ഈസ് ഏർലിയർ ഡേറ്റ് ആണ് നമ്മൾ ടൈം ഓഫ് സപ്ലൈ ആയിട്ട് കൺസിഡർ ചെയ്യുക. ദാറ്റ് മീൻസ് പേയ്മെന്റ് ഡേറ്റ്, ഒരു പേയ്മെന്റ് ഡേറ്റ് ഉണ്ടായിരിക്കും, ദെൻ ഇൻവോയ്സ് ഡേറ്റ് ഉണ്ടായിരിക്കും, ഇൻവോയ്സ് ഡേറ്റ്. സോ നമ്മുടെ തിയറിയിൽ പറയാം പേയ്മെന്റ് ഡേറ്റ് ഓർ ഇൻവോയ്സ് ഡേറ്റ് വിച്ച് എവർ ഈസ് ഏർലിയർ ആണ് ഈ പറയുന്ന ടൈം ഓഫ് സപ്ലൈ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാം. അപ്പോ ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആവട്ടെ സർവീസ് ആവട്ടെ കാൽക്കുലേറ്റ് ചെയ്യണ സമയത്ത് നമുക്ക് ഈ രണ്ട് കാര്യങ്ങളാണ് അവിടെ കമ്പയർ ചെയ്യേണ്ടവരാ, ഡേറ്റ് ഓഫ് പേയ്മെന്റ് ഓർ ഡേറ്റ് ഓഫ് ഇൻവോയ്സ് വിച്ച് എവർ ഈസ് ഏർലിയർ. സോ നമുക്ക് അവിടെ ഇൻവോയ്സ് ഡേറ്റ് എന്ന് പറയുന്നത് എപ്പോഴാണ് എന്നുള്ളത് അറിയണം, ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ്. സോ അത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ സെക്ഷൻ 31 പഠിച്ചാലേ കാര്യമുള്ളൂ. സെക്ഷൻ 31 നമ്മള് ഗുഡ്സിന്റെ ആവട്ടെ സർവീസിന്റെ ആവട്ടെ ഡേറ്റ് ഓഫ് ഇൻവോയ്സ് അല്ലെങ്കിൽ ഏത് ഡേറ്റ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് എന്നുള്ളത് വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് സെക്ഷൻ 31 അപ്പൊ ഗുഡ്സിന് ഡേറ്റ് ഓഫ് ഇൻവോയ്സ് ഏതാണ് വരാ, ദെൻ സർവീസിന് ഏതാണ് വരാ എന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ആദ്യം പഠിക്കണം. അതിനുശേഷം മാത്രമേ നമ്മൾ സെക്ഷൻ 12, 13, 14 പോകാൻ സാധിക്കുള്ളൂ. ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. എന്തുകൊണ്ടാണ് നമ്മൾ ആദ്യം സെക്ഷൻ 31 പോകുന്നത്? നമ്മള് സെക്ഷൻ 12 ടൈം ഓഫ് സപ്ലൈയുടെ കാൽക്കുലേഷൻ വരണ സമയത്ത് രണ്ട് കാര്യങ്ങളാണ് അവിടെ കമ്പയർ ചെയ്യേണ്ടി വരുന്നത്. ഡേറ്റ് ഓഫ് എന്താണ് പേയ്മെന്റ് ഓർ ഇൻവോയ്സ് വിച്ച് എവർ ഈസ് ഏർലിയർ ആണ് എടുക്കുക ടൈം ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്. സോ ആ ഇൻവോയ്സ് ഡീറ്റെയിൽസ് മനസ്സിലാക്കണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ടു കവർ ടാക്സ് ഇൻവോയ്സ് ഡേറ്റ് എന്ന് പറയുന്നത് ഏതാണ് എടുക്കുക, ഇൻ ദി കേസ് ഓഫ് ഗുഡ്സ്, ഇൻ ദി കേസ് ഓഫ് സർവീസസ്. സോ നെക്സ്റ്റ് നമുക്ക് സെക്ഷൻ 31 ഗുഡ്സിന്റെ ഇൻവോയ്സ് ഏതാണ് വരാ, സർവീസിന്റെ ഇൻവോയ്സ് ഏതാണ് വരാ, ഇത് രണ്ടുമാണ് നോക്കാനുള്ളത്. അവിടെ ഗുഡ്സിന്റെ ആണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞിട്ടായിരുന്നു ടൈം ഓഫ് സപ്ലൈ ഗുഡ്സ് ആവട്ടെ സർവീസ് ആവട്ടെ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങൾ കമ്പയർ ചെയ്തിട്ടാണ് അവിടെ കണ്ടുപിടിക്കുക. ക്വസ്റ്റ്യനില് ആക്ച്വൽ ഡേറ്റ് ഓഫ് ഇൻവോയ്സ് തന്നിട്ടുണ്ടായിരിക്കും, ദെൻ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഇൻവോയ്സ് എന്ന് പറയുന്നത് നമ്മൾ സെക്ഷൻ 31 ബേസിലാണ് എടുക്കുക. ഇത് രണ്ടും കമ്പയർ ചെയ്തിട്ട് വിച്ച് എവർ ഈസ് ഏർലിയർ ആണ് ടൈം ഓഫ് സപ്ലൈ ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടവരാ. അപ്പോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സെക്ഷൻ 31 ഇവിടെ നോക്കുന്നത്, ഈ കമ്പാരിസന് വേണ്ടി. അപ്പോ സെക്ഷൻ 31 ഗുഡ്സിന്റെ കേസാണ് നമുക്ക് ആദ്യം പഠിക്കാനുള്ള. സോ ഗുഡ്സിനെ നമ്മൾ മൂന്നായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. നമ്പർ 1 നോർമൽ സപ്ലൈ, സാധാരണ സപ്ലൈ. നമ്പർ 2 കണ്ടിന്യൂസ് സപ്ലൈ. നമ്പർ 3 അപ്രൂവൽ ഓർ റിട്ടേൺ ബേസിസ്. ഇങ്ങനെ മൂന്നായിട്ടാണ് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. അതില് നമ്പർ 1 നോർമൽ സപ്ലൈ. നോർമൽ സപ്ലൈ മീൻസ് എന്താ, സാധാരണ ഗുഡ്സ് നമ്മൾ സപ്ലൈ ചെയ്യുന്ന രീതി. അവിടെയും രണ്ട് കാറ്റഗറൈസേഷൻ വരുന്നുണ്ട്. നമ്പർ 1 വിത്ത് മൂവ്മെന്റ്, നമ്പർ 2 വിതൗട്ട് മൂവ്മെന്റ്. എന്താണ് വിത്ത് മൂവ്മെന്റ്, എന്താണ് വിതൗട്ട് മൂവ്മെന്റ് എന്നുള്ളത് നോക്കാം. സോ എന്താണ് വിത്ത് മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ, ഒരു പ്രോഡക്റ്റ് നമ്മൾ വൺ പ്ലേസ് ടു അനദർ പ്ലേസ് നമ്മൾ കൊടുക്കാണ്. ഇപ്പോ കേരളത്തിൽ നിന്ന് തൃശ്ശൂരിൽ നിന്ന് നമ്മൾ പ്രോഡക്റ്റ് കൊടുക്കുന്നത് എറണാകുളത്തോട്ടാണ്. സോ നമ്മൾ എന്ത് ചെയ്യാണ്, മൂവ്മെന്റ് ആണ്. ആ ഒരു പ്രോഡക്റ്റ് തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്തോട്ടോ അല്ലെങ്കിൽ കാലിക്കറ്റിലോ എവിടേക്കാണ് കൊടുക്കണമെങ്കിൽ മൂവ് ചെയ്തിട്ടാണ് ആ പ്രോഡക്റ്റ് പോകുന്നത്, മൂവ്മെന്റ് ആണ്. എങ്കിൽ നമ്മൾ ഡേറ്റ് ഓഫ് ഇൻവോയ്സ്, ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഇൻവോയ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ഡേറ്റ് ഓഫ് റിമൂവൽ ഓഫ് ഗുഡ്സ് ആണ് നമ്മൾ അവിടെ ഇൻവോയ്സ് ഡേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടവരാ. എന്താണ്
നോർമൽ സപ്ലൈയില് നമുക്ക് രണ്ട് കാറ്റഗറൈസേഷൻ ആണ് വരുന്നത്. നമ്പർ 1 വിത്ത് മൂവ്മെന്റ്, ദാറ്റ് മീൻസ് ഗുഡ്സിന് അവിടെ മൂവ്മെന്റ് ഉണ്ടായിരിക്കും. എങ്കിൽ ഡേറ്റ് ഓഫ് റിമൂവൽ ഓഫ് എന്താണ് ഗുഡ്സ് ആണ് നമ്മൾ ഇൻവോയ്സ് ഡേറ്റ് ആയിട്ട്, ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഇൻവോയ്സ് ഡേറ്റ് ആയിട്ട് നമ്മളവിടെ കൺസിഡർ ചെയ്യേണ്ടതായിട്ട് വരാം. എന്നാണ് നമ്മുടെ കയ്യിൽ നിന്ന് ഈ പ്രോഡക്റ്റ് മൂവ്മെന്റ് അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് റിമൂവൽ എന്നാണ് നമ്മൾ ഈ പ്രോഡക്റ്റ് നമ്മുടെ കയ്യിൽ നിന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഡേറ്റ് ആണ് നമ്മൾ ഇൻവോയ്സ് ഡേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത് ഇൻ ദി കേസ് ഓഫ് മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ഉണ്ടെങ്കിൽ. നമ്പർ 2 വിതൗട്ട് മൂവ്മെന്റ് ആണെങ്കിൽ എന്താണെന്നുള്ളതാണ് നോക്കണ്ടേ. എന്താണ് വിതൗട്ട് മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ? അവിടെ മൂവ്മെന്റ് ഇല്ല എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നമ്മളൊരു മോളിൽ പോയിട്ട് ഒരു മൊബൈൽ മേടിക്കാണ്, ഒരു ഷോപ്പിൽ നിന്ന് മൊബൈൽ മേടിക്കാണ്. അപ്പോ നമ്മൾ മൊബൈൽ മേടിക്കുമ്പോൾ നമ്മുടെ കയ്യിലേക്ക് എത്തിക്കലല്ലോ അവിടെ ഉണ്ടാവുന്നത്. നമ്മളവിടെ ചെല്ലണു, നമ്മൾ നോക്കുന്നു, മൊബൈൽ എടുക്കുന്നു. സോ അവിടെ ഗുഡ്സിന് അവിടെ എന്തില്ല, അല്ലെങ്കിൽ പ്രോഡക്റ്റിന് അവിടെ മൂവ്മെന്റ് ഇല്ല, നമ്മളവിടെ കൊണ്ടെത്തിക്കേണ്ട കാര്യമില്ല. നമ്മൾ അവിടെ നിന്ന് പോയിട്ട് നമുക്ക് ഇഷ്ടമുള്ള സാധനം നമ്മൾ എടുത്തു കൊണ്ടുപോരുന്നു. ദാറ്റ്സ് ഓൾ. അതുകൊണ്ടാണ് അതിനെ പറയുന്നത് വിതൗട്ട് മൂവ്മെന്റ് എന്ന്. അങ്ങനെയാണെങ്കിൽ ഡേറ്റ് ഓഫ് ഡെലിവറി ഏതാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഇൻവോയ്സ് ഡേറ്റ് ആയിട്ട് എടുക്കുക. എന്താണ് വിതൗട്ട് മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? നമ്മള് ഒരു കസ്റ്റമർ എവിടെയാണോ ഷോപ്പെങ്കിൽ അവിടെ വന്ന് പ്രോഡക്റ്റ് സെലക്ട് ചെയ്ത് എടുത്തുകൊണ്ട് പോവാണ്. അപ്പൊ നമ്മളായിട്ട് എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ആ പ്രോഡക്റ്റ് കസ്റ്റമറുടെ കയ്യിലോട്ട് എത്തിക്കേണ്ട കാര്യമില്ല. ആ ഒരു കേസിലാണെങ്കിൽ ഇൻവോയ്സ് ഡേറ്റ് നമ്മൾ എടുക്കുന്നത് ഡേറ്റ് ഓഫ് ഡെലിവറി ഏതാണോ ഡെലിവറി ഡേറ്റ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എനിക്ക് ഒരു വണ്ടി മേടിക്കണം, ആക്ടിവ. എങ്കിൽ ഞാൻ ചെന്നു, എനിക്ക് വൈറ്റ് കളറാണ് വേണ്ടിണ്ടായിരുന്നേ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ വൈറ്റ് ഉണ്ടായിരുന്നില്ല, ബ്ലാക്ക് മാത്രമല്ലോ. സോ ഞാൻ എന്ത് ചെയ്തു, വീണ്ടും വെയിറ്റ് ചെയ്തു. ഒരാഴ്ച കഴിഞ്ഞാൽ വരുന്നു പറഞ്ഞു. സോ എനിക്ക് ഇഷ്ടമുള്ള കളർ വന്ന ദിവസം ഞാൻ ചെന്നു മേടിച്ചു. സോ അവിടെ എന്നാണോ ഡേറ്റ് ഓഫ് ഡെലിവറി എങ്കിൽ ആ ഡേറ്റ് ആണ് നമ്മൾ ഇൻവോയ്സ് ഡേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. ഇതാണ് നോർമൽ സപ്ലൈയിലുള്ള രണ്ട് കാറ്റഗറൈസേഷൻ, വിത്ത് മൂവ്മെന്റ് ആൻഡ് വിത്തൗട്ട് മൂവ്മെന്റ്. വിത്ത് മൂവ്മെന്റിലെ ഡേറ്റ് ഓഫ് റിമൂവൽ, നമ്മൾ എന്നാണ് ഇത് റിമൂവ് ചെയ്യണമെങ്കിൽ ആ ഡേറ്റും, വിത്തൗട്ട് മൂവ്മെന്റിലാണെങ്കിൽ ഡേറ്റ് ഓഫ് ഡെലിവറി. ഓക്കെ, ക്ലാരിറ്റി കിട്ടിയെന്ന് ഇരിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് നോർമൽ സപ്ലൈ കഴിഞ്ഞാൽ അടുത്ത് വരുന്നത് കണ്ടിന്യൂസ് സപ്ലൈ ആണ്. എന്തിനാണ് നമ്മൾ കണ്ടിന്യൂസ് സപ്ലൈ എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം, നമുക്കൊരു ഗുഡ്സ് കണ്ടിന്യൂസ്ലി നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഫോർ എക്സാമ്പിൾ LPG ഗ്യാസ് പൈപ്പ് ലൈനിൽ കൂടെ LPG ഗ്യാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാണ്, LPG പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ എങ്ങനെയാണ് നമുക്ക് ഒരു മന്തിന്റെ സ്റ്റാർട്ടിങ് തുടങ്ങി നമുക്ക് എന്ത് ചെയ്യാണ്, ഇങ്ങനെ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടിന്യൂസ് ആയിട്ട് ഒരു പ്രോഡക്റ്റ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്, ഗുഡ്സ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിപ്പോ LPG തന്നെയാണെന്നില്ലേ, ഏതും ആവട്ടെ, നമുക്ക് മന്ത്ലി ഡെയിലി ബേസിസിൽ നമുക്ക് ഒരു ഗുഡ്സ് കിട്ടുന്നുണ്ട്. സോ അതിന്റെ ബില്ല് എങ്ങനെയാണ് സാധാരണ വരാ? ഒരു മാസം കഴിയുമ്പോൾ അല്ലെങ്കിൽ 30 ദിവസം കഴിയുമ്പോൾ നമുക്ക് എന്ത് തരും, സ്റ്റേറ്റ്മെന്റ് വരാണ് ചെയ്യുക. ഇത്രയാണ് നിങ്ങൾ യൂസ് ചെയ്തേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് വരും. അപ്പോ അതിനെയാണ് പറയാ സക്സസീവ് സ്റ്റേറ്റ്മെന്റ്. നമുക്ക് ഓരോ മാസം 30 ദിവസം കൂടുമ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെന്റ് വന്നുകൊണ്ടിരിക്കും. ദാറ്റ് ഈസ് നോൺ ആസ് സക്സസീവ് സ്റ്റേറ്റ്മെന്റ് ഓർ സക്സസീവ് പേയ്മെന്റ്. നമുക്ക് ആ 30 ദിവസത്തിനേക്കാൾ മുമ്പും വേണമെങ്കിൽ എന്ത് ചെയ്യാം, പേയ്മെന്റ് നടത്താം, അല്ലെ? അപ്പൊ സക്സസീവ് സ്റ്റേറ്റ്മെന്റ് വരുന്ന ഒരു ദിവസം ഉണ്ടായിരിക്കും. 30 ദിവസം കഴിഞ്ഞു, നമുക്ക് അന്ന് സ്റ്റേറ്റ്മെന്റ് വന്നു. ദാറ്റ് ഈസ് നോൺ ആസ്. അപ്പൊ മന്ത്ലി നമുക്ക് സ്റ്റേറ്റ്മെന്റ് വരും. ആ സ്റ്റേറ്റ്മെന്റിന്റെ ബേസിലാണ് നമ്മൾ എമൗണ്ട് അടയ്ക്കുക. ഇനി അതല്ല, നമുക്ക് ആ സ്റ്റേറ്റ്മെന്റ് വരണേക്കാൾ മുമ്പും വേണമെങ്കിൽ നമുക്ക് എമൗണ്ട് അടയ്ക്കാമല്ലോ, ബിക്കോസ് ഇറ്റ്സ് എ കണ്ടിന്യൂസ് വൺ. അപ്പൊ നമുക്ക് അതിനേക്കാൾ മുമ്പ് പേയ്മെന്റ് നടത്തണമെങ്കിൽ അതും ചെയ്യാം. ദാറ്റ് ഈസ് നോൺ ആസ് സക്സസീവ് പേയ്മെന്റ്. സോ സക്സസീവ് സ്റ്റേറ്റ്മെന്റോ അല്ലെങ്കിൽ സക്സസീവ് പേയ്മെന്റോ ഇതിൽ ഏതാണ്, വിച്ച് എവർ ഈസ് ഏർലിയർ ഏതാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഇൻവോയ്സ് ഡേറ്റ് ആയിട്ട് എടുക്കുക. എന്താണ് പറയുന്നത്? ഇൻ ദി കേസ് ഓഫ് കണ്ടിന്യൂസ് സപ്ലൈ. കണ്ടിന്യൂസ് സപ്ലൈ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഒരു ഗുഡ്സ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ പേയ്മെന്റ് നമ്മൾ ഒരു പെർട്ടിക്കുലർ അല്ലെങ്കിൽ ഒരു മന്തോ അല്ലെങ്കിൽ 30 ദിവസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും നടത്താം. സോ
സ്റ്റേറ്റ്മെന്റ് എന്നാണോ വരുന്നത്, സക്സസീവ് സ്റ്റേറ്റ്മെന്റ് ഡേറ്റ് അല്ലെങ്കിൽ അതിനേക്കാൾ മുമ്പ് നമ്മൾ പേയ്മെന്റ് നടത്തണമെങ്കിൽ ആ ഡേറ്റ് ഓഫ് പേയ്മെന്റ് ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ഡേറ്റ് വന്നതിന് ശേഷം ആവാം, മുമ്പോ ആവാം, എങ്ങനെ വേണമെങ്കിൽ ആയിക്കൂടെ. സ്റ്റേറ്റ്മെന്റ് വന്നു കഴിഞ്ഞതിന് ശേഷം അടയ്ക്കുന്ന ആൾക്കാരുണ്ട്, അതിനേക്കാൾ മുമ്പ് അല്ലെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ മുമ്പ് അടയ്ക്കുന്ന ആൾക്കാരുണ്ട്. സോ സക്സസീവ് സ്റ്റേറ്റ്മെന്റ് ഡേറ്റ് ഓർ സക്സസീവ് പേയ്മെന്റ് ഡേറ്റ് വിച്ചെവർ ഈസ് ഏർലിയർ ആണ് നമ്മൾ ഇൻവോയ്സ് ഡേറ്റ് ആയിട്ട് ഇൻ ദി കേസ് ഓഫ് കണ്ടിന്യൂസ് സപ്ലൈ എടുക്കണ്ടേ. ഓക്കെ, സോ ദാറ്റ് ഈസ് സെക്കൻഡ് വൺ, കണ്ടിന്യൂസ് സപ്ലൈ. മൂവിങ് ടു ലാസ്റ്റ് വൺ, അപ്രൂവൽ ഓർ റിട്ടേൺ ബേസിസ്. എന്താണത് അപ്രൂവൽ ഓർ റിട്ടേൺ ബേസിസ്? ഇപ്പോ ഒരു പ്രോഡക്റ്റ് നമ്മൾ സപ്ലൈ ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് സപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രോഡക്റ്റ് അയച്ചു കൊടുക്കും. അവർക്കത് കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാത്രം അപ്രൂവ് ചെയ്യും, എങ്കിൽ മാത്രമാണ് അവിടെ സപ്ലൈ നൽകുക. ദാറ്റ് ഈസ് നോൺ ആസ് അപ്രൂവൽ ബേസിസ് അല്ലേ. ഇപ്പൊ പലപ്പോഴും ഫോർ എക്സാമ്പിൾ ഒരു ബൂട്ടിക് ഷോപ്പ് ആണെങ്കിൽ നമ്മുടെ മെറ്റീരിയലിന്റെ ക്വാളിറ്റി ഇതൊക്കെയാണ്, സ്പെഷ്യാലിറ്റി ഇതൊക്കെയാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു, അവർക്ക് കൊടുത്തു. ദെൻ അവര് അത് അപ്രൂവ് ചെയ്യണം, അപ്പോൾ മാത്രമേ അവിടെ ഒരു സപ്ലൈ നടക്കുള്ളൂ. സോ അങ്ങനെ അതിനെയാണ് നമ്മൾ പറയാ അപ്രൂവൽ ഓർ റിട്ടേൺ ബേസിസ്. അവര് അപ്രൂവ് ചെയ്തില്ല, അവർക്കത് താല്പര്യം ഇല്ലെങ്കിൽ അവർക്കത് തിരിച്ച് റിട്ടേൺ അടിക്കാം. അപ്രൂവ് ചെയ്താൽ മാത്രം അവിടെ എന്ത് നടക്കും, സപ്ലൈ നടക്കും. സോ അവര് അപ്രൂവലിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യുക. സോ ദാറ്റ് ഈസ് തേർഡ് വൺ, അപ്രൂവൽ ഓർ റിട്ടേൺ ബേസിസിലാണ് നമ്മുടെ പ്രോഡക്റ്റ് ഗുഡ്സ് സപ്ലൈ ചെയ്യണമെങ്കിൽ ഏതാണ് ഇൻവോയ്സ് ഡേറ്റ് എന്നുള്ളത് നമുക്ക് നോക്കാം. അവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരുന്നത് ഡേറ്റ് ഓഫ് സപ്ലൈ ഓർ 6 months ഫ്രം ദി ഡേറ്റ് ഓഫ് റിമൂവൽ വിച്ചെവർ ഈസ് ഏർലിയർ ആണ് നമ്മൾ ഡേറ്റ് ഓഫ് ഇൻവോയ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുക. എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇവിടെ ഡേറ്റ് ഓഫ് സപ്ലൈ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഡേറ്റ് ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് അപ്രൂവലിന് വേണ്ടിയിട്ട് ആ പാർട്ടിക്ക് സെൻഡ് ചെയ്തു, അവര് അത് അപ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് എന്താണ് ഡേറ്റ് ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. അപ്രൂവൽ ഡേറ്റിനെയാണ് നമ്മൾ ഡേറ്റ് ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഈ കേസിൽ. അപ്പോ ഡേറ്റ് ഓഫ് അപ്രൂവൽ അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് സപ്ലൈ ഓർ 6 months നമ്മൾ കൊടുത്തു, അവര് അപ്രൂവ് ചെയ്യണ അവരിങ്ങനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. പക്ഷെ അതിനൊരു ടൈം ലിമിറ്റ് ഉണ്ട്. എത്ര ടൈമാണ് മാക്സിമം? 6 months ഫ്രം ദി ഡേറ്റ് ഓഫ് റിമൂവൽ. നമ്മൾ കൊടുത്തു, ആ കൊടുത്ത് റിമൂവ് ചെയ്തു, നമ്മുടെ കയ്യിൽ നിന്ന് റിമൂവ് ചെയ്ത ഡേറ്റ് അല്ലെ, അത് എന്താ പറയണ 6 months മാക്സിമം ടൈം പീരീഡ് എന്ന് പറയുന്നത് 6 മാസമാണ്. സോ അവരെ അപ്രൂവ് ചെയ്ത ഡേറ്റോ ദാറ്റ് ഈസ് നോൺ ആസ് ഡേറ്റ് ഓഫ് സപ്ലൈ ഓർ 6 months ഫ്രം ദി ഡേറ്റ് ഓഫ് റിമൂവൽ. നമ്മള് പ്രോഡക്റ്റ് അവർക്ക് കൊടുത്ത റിമൂവൽ ഡേറ്റ് 6 months മാക്സിമം ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ 6 മാസമാണ്. വിച്ചെവർ ഈസ് ഏർലിയർ അതാണ് നമ്മൾ ഇൻവോയ്സ് ഡേറ്റ് ആയിട്ട് മൂന്നാമത്തെ അപ്രൂവൽ ഓർ റിട്ടേൺ ബേസിസിലാണ് ഗുഡ്സ് സപ്ലൈ ചെയ്യണമെങ്കിൽ എടുക്കേണ്ടതായിട്ട് വരുന്നത്. ക്ലാരിറ്റി കിട്ടിയെന്ന് വിരിക്കുന്നത് എന്താണ്, ഡേറ്റ് ഓഫ് സപ്ലൈ എന്ന് പറയുമ്പോൾ അപ്രൂവൽ ചെയ്ത ഡേറ്റ് അതോ ഓർ റിമൂവ് ചെയ്തിട്ട് 6 മാസമാണ് മാക്സിമം. അപ്പോ ഡേറ്റ് ഓഫ് സപ്ലൈ ഓർ 6 months ഫ്രം ദി ഡേറ്റ് ഓഫ് റിമൂവൽ വിച്ചെവർ ഈസ് ഏർലിയർ ആണ് നമ്മൾ അപ്രൂവൽ ഓർ റിട്ടേൺ ബേസിസിലെ ഡേറ്റ് ഓഫ് ഇൻവോയ്സ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. സോ ഇതാണ് സെക്ഷൻ 31 ഗുഡ്സിന്റെ കേസിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള ടൈം ഓഫ് സപ്ലൈ പഠിക്കുന്ന സമയത്ത് ആക്ച്വൽ ഡേറ്റ് ഓഫ് ഇൻവോയ്സും ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഇൻവോയ്സ് എന്ന് പറയുമ്പോൾ ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഇത് രണ്ടും കമ്പയർ ചെയ്തിട്ട് വിച്ചെവർ ഈസ് ഏർലിയർ ആയിട്ടാണ് നമ്മൾ വിച്ചെവർ ഈസ് ഏർലിയർ ഡേറ്റ് ഏതാണോ അതാണ് നമ്മുടെ ടൈം ഓഫ് സപ്ലൈ ആയിട്ട് പറയാം. അപ്പോൾ അവിടെ കമ്പയർ ചെയ്യണമെങ്കിൽ വി വോണ്ട് ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഇൻവോയ്സ്. അത് നോർമൽ സപ്ലൈ ആണെങ്കിൽ അവിടെ 2 കാറ്റഗറൈസേഷൻ വരുന്നുണ്ട്, വിത്ത് മൂവ്മെന്റ് വിത്തൗട്ട് മൂവ്മെന്റ്. വിത്ത് മൂവ്മെന്റ് ആണ് പറയുകയാണെങ്കിൽ ഡേറ്റ് ഓഫ് റിമൂവൽ, വിത്തൗട്ട് മൂവ്മെന്റ് ആണെങ്കിൽ ഡേറ്റ് ഓഫ് ഡെലിവറി. കണ്ടിന്യൂസ് സപ്ലൈ ആണെങ്കിൽ സക്സസീവ് സ്റ്റേറ്റ്മെന്റ് ഓർ സക്സസീവ് പേയ്മെന്റ് വിച്ചെവർ ഈസ് ഏർലിയർ ഡേറ്റ് ആണ് ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഇൻവോയ്സ് ആയിട്ട് വരിക. ലാസ്റ്റ് വൺ അപ്രൂവൽ ഓർ റിട്ടേൺ ബേസിസിലാണെങ്കിൽ ഡേറ്റ് ഓഫ് അപ്രൂവൽ ദാറ്റ് ഈസ് നോൺ ആസ് ഡേറ്റ് ഓഫ് സപ്ലൈ ഓർ 6 months ഫ്രം ദി ഡേറ്റ് ഓഫ് റിമൂവൽ വിച്ചെവർ ഈസ് ഏർലിയർ ആണ് ഇൻവോയ്സ് ഡേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. സോ നമ്മൾ സെക്ഷൻ 31 ഗുഡ്സ് മാത്രമാണ് ഫിനിഷ് ചെയ്തത്. ഇനി സർവീസ് ഉണ്ട്. സോ സർവീസ് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. സോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ സിയസ് സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.